നമസ്കാരം. പണ്ടൊരു സിനിമ വന്നിരുന്നു, നായര് പിടിച്ച പുലിവാല്. മമ്മൂട്ടി മോഹൻലാലും അഭിനയിച്ചിരുന്നു. അതിൽ നായരായിട്ട് മമ്മൂട്ടിയും പുലിയായിട്ട് മോഹൻലാലും. നായര് പിടിച്ച പുലിവാല്. ഈ നായര് പിടിച്ച പുലിവാലിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇങ്ങനെ ഒരു മരം നിൽക്കുന്നുണ്ടായിരുന്നു, രണ്ട് കമ്പായിട്ട്. അപ്പം അവിടെ ഒരു സാധനങ്ങൾ നീണ്ടു കിടക്കാണ്ട് കഴിഞ്ഞാൽ ഈ ജന്തുക്കൾക്ക് സ്വഭാവമുണ്ട്, നമ്മുടെ ആൾക്കാർക്ക് സ്വഭാവമുണ്ട്. എന്തെങ്കിലും സാധനം നീണ്ടു കിടക്കുമ്പോൾ അതൊന്ന് കയറി പിടിക്കും. ഈ നീണ്ടു കിടക്കുന്ന സാധനത്തുമ്പോൾ കയറി പിടിക്കാൻ വലിയ ഇഷ്ടം അവർക്ക്. അവരൊരു സാധനം നീണ്ടു കിടക്കണമ്പോൾ അത് കയറി പിടിച്ചപ്പോഴാണ് മനസ്സിലായത് പുലിയുടെ വാലാന്ന്. അപ്പം ഈ കമ്പനിൻ്റെ ഇപ്പുറത്ത് കാണാൻ വാല് കിടക്കുന്നത്, അപ്പുറത്ത് പുലിയാ. ഈ വാല് വിടാൻ പറ്റുമോ? വിട്ട് കഴിഞ്ഞാൽ പുലി ആൾ തിന്നും. വിട്ടില്ലെങ്കിൽ അയാൾ പട്ടിണി കിടന്ന് മരിക്കും. ഇതാണ് നായര് പിടിച്ച പുലിവാല്. ഇപ്പം നമ്മളുടെ അമേരിക്കൻ നായര് ഇതുപോലൊരു പുലിവാല് പിടിച്ചിരിക്കുകയാണ്. വിടാനും പറ്റില്ല, വിടാതിരിക്കാനും പറ്റില്ല. തലയൂരാനൊരു മാർഗവുമില്ല. നമ്മളുടെ കുടത്തിനകത്ത് എന്തോ നല്ല മണം കേട്ടു, ചീഞ്ഞാൻ്റെ മണം കേട്ടു. ഉടനെ തന്നെ ഒരു പട്ടി വന്ന് അതിനുള്ള തലയിട്ടു. പിന്നെ തലയെടുക്കാൻ പറ്റുന്നില്ല, അവിടെയും ഇവിടെയും കൊണ്ട് ഇടിക്കും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ട്രംപ് നായർ പിടിച്ച പുലിവാല്. കോടികളാണ് ഡോളറുകളെ കീറിക്കളഞ്ഞ പോലെ കീറിക്കളഞ്ഞു. വീണ്ടും ധനസഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്കൻ സർക്കാരിനോട്. അവരും ആകെ വേവലാതിയിലാണ്. ഇയാളെ കൊണ്ട് തോറ്റു. കോടികൾ പാഴായി. ഇനി അവരുടെ സാങ്കേതികത, ശാസ്ത്ര വിജയം, അതിലൂടെ അവിടെ ഇരുന്ന് സ്വിച്ച് അമർത്തി യുദ്ധം ചെയ്യാം. ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ഭൂഖണ്ഡത്തിലെ ഭാഗം വരും. അവിടെ ഒരു സ്പോട്ട്, അവിടെ ആ മൗസ് അങ്ങോട്ട് ബാക്കി വെച്ചു, അവിടെ വെച്ചു. ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അവിടുന്ന് പോകുന്നു, അവിടെ ചെന്ന് വീണു. ഇതൊക്കെയായിരുന്നു സാങ്കേതികത. ശത്രുക്കൾ അയക്കുന്ന എല്ലാ മിസൈലുകളും പിന്തുടർന്ന് അടിച്ചു കളയും. അതാണ് അയൺ ഡോം. അതിൻ്റെ പണിയും തീർന്നു. ഏതൊരു സിനിമയിൽ പറയണ പോലെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, നല്ല ഉദാഹരണമായിരുന്നു. മോഹൻലാൽ ശ്രീനിവാസനോട് പറയാണ്, ദേ അവൻ വരുമ്പോൾ നീ ചൂളമടിച്ചോളെ, ഞാൻ ചൂളടിച്ചോളാൻ പറഞ്ഞു. ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞു. ശത്രു വരുന്ന സമയത്ത് മോഹൻലാലിനെ വിവരം അറിയിക്കാൻ വേണ്ടി ശ്രീനിവാസൻ ചൂളടിക്കാൻ തുടങ്ങി. ചൂള വരുന്നില്ല. ആ അവസ്ഥയിലാണിപ്പോൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം. ആകാശത്ത് കടന്നു പോകുന്ന മിസൈലുകൾ നോക്കിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൈറൺ മുഴക്കാൻ കഴിയുന്നില്ല, ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആയതുകൊണ്ട് തന്നെ സൈറൺ മുഴങ്ങുന്ന സമയത്ത് ആ ഗോഡൗണിൽ ഗുദാമിൽ ഒളിച്ചാൽ മതി. ഇപ്പോൾ സൈറൺ മുഴക്കമില്ല. അപ്പം എപ്പോഴാണ് അതിനുള്ളിൽ പുറത്തു വരാമെന്നറിയില്ല. പിള്ളേർ മുഴുവൻ അതിനകത്താണ്. ഗോഡൗണിനകത്താ പ്രസവം, ഗോഡൗണിനകത്താ മരണം. ഇതിനുമുമ്പ് പലസ്തീനിലും അങ്ങനെ ആയിരുന്നു കേട്ടോ. ഇവരൊക്കെ കൂടി അതാണ് ചെയ്തു വെച്ചത്. അതേപോലെ ഇവിടെയും. ഇനി പിള്ളേർക്ക് എന്നാണ് സ്കൂളിൽ പോയിട്ട് കൃത്യമായിട്ട് വിദ്യാഭ്യാസം കിട്ടുമെന്ന് അറിയില്ല. അമേരിക്കയുടെ സൈനിക ശക്തിയുടെ ആകാശത്തിൽ നോക്കിയിരിക്കുന്ന കണ്ണുകൾ എല്ലായിടത്തും കണ്ണുകളാണ്. ഒരിക്കലും അതിനെ വീഴ്ത്താൻ പറ്റില്ല. അങ്ങനെയുള്ള ശാസ്ത്ര പോരാളികൾ, ശാസ്ത്രീയമായിട്ടുള്ള മെഷീൻസ്, യന്ത്രപ്പൻ. അതാണ് MQ-9 ഡ്രോണുകൾ, റീപ്പർ ഡ്രോണുകൾ. അതിനെ ഓരോന്നിട്ട് അടിച്ചു കളക്കിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ പുതിയൊരു യുദ്ധ കൾട്ട് ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. ഇന്ന് എന്നെ വിളിച്ച് അബുദാബിയിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത്, ഒരു ഡോക്ടറാണ് അദ്ദേഹം.
അദ്ദേഹം പറഞ്ഞു ഇറാനെ കുറിച്ച് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. ആരും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാ രഹസ്യങ്ങളുടെ എല്ലാ മറ്റേ തുണി പൊക്കി നോക്കി നടക്കാറുള്ള ആൾക്കാരാണല്ലോ അമേരിക്കക്കാർ. അവർക്കും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇറാനെതിരായിട്ടുള്ള നീക്കങ്ങൾ വളരെ വേഗത്തിൽ ലളിതവും പൂർത്തിയാകുമെന്ന് പ്രവചിച്ചു. ഇറാനെ അവരുടെ ജോസ് മറിയം അങ്ങനെ ഒരു സിനിമ വന്നിരുന്നല്ലോ. എന്തായാലും അയാളുടെ പേരെന്താണ്, രാക്ഷസനോ എന്താ പറയും, അതിന് നമ്മുടെ ഇയാൾ അഭിനയിച്ചത്, അയാളുടെ പേര് മറന്നുപോയി. അപ്പം അതിൽ ആ പള്ളിയുടെ അവിടെ വെച്ചിട്ട് ഒരു ചട്ടമ്പി വരുന്ന സമയത്ത് പോടാ ഒരു അടിയടിക്കുന്ന കണ്ടു അതിനകത്ത്. അവിടെ ആൾ ചേട്ടാ ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ന്. അതുപോലെ സിമ്പിളായിട്ട് കുട്ടികളി പോലെ ഇറാനെതിരായിട്ടുള്ള നീക്കങ്ങൾ വളരെ വേഗത്തിൽ വളരെ ലളിതമായിട്ട് അതൊരു 48 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാം എന്നാണ് കരുതിയത്. ലോകമെമ്പാടുള്ള ആൾക്കാർ അങ്ങനെയാണ് കരുതിയത്. ലോകം അങ്ങനെ കരുതുന്ന സമയത്ത് അമേരിക്കനെ കരുതാൻ പാടില്ലല്ലോ. അവർക്ക് പഠനങ്ങൾ വേണ്ടായോ? ഇതൊന്നുമില്ലാതെ പോയിട്ട് എന്തായി, ആധുനിക യുദ്ധതന്ത്രങ്ങളെപ്പോലും അമ്പരിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തിലെ അത്യാധുനികമായിട്ടുള്ള 2050 ഒരുപക്ഷെ ഇന്ത്യ നിർമ്മിക്കാൻ സാധ്യതയുള്ള ഡ്രോണുകൾ ഇപ്പം നിർമ്മിച്ചവരാണ് അവർ. 2050 ജീവിക്കുന്നവരാണ്. ചൈനയും ജപ്പാനും അമേരിക്കയും എന്നൊക്കെയാണല്ലോ വെപ്പ്. ആ വിദ്യകളെ മുഴുവൻ നിഷ്പ്രഭമാക്കുകയാണ് ഇറാൻ പുറത്തെടുക്കുന്ന സിംപ്ലർ ദാൻ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കുറേ ഉപകരണങ്ങൾ. ഏതായാലും ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇറാൻ അതുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം, ആ സംഘർഷം കൂടുതൽ സങ്കീർണമാകുകയാണ്. ആർക്ക്? അമേരിക്കയ്ക്ക്. കൂടുതൽ ഭയാനകമാകുകയാണ്. ആർക്ക്? അമേരിക്കയ്ക്ക്. ഇസ്രായേലിൻ്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. ഇതിൻ്റെ അമേരിക്കൻ രാഷ്ട്രീയ, അമേരിക്കൻ സൈനിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാകുമെന്ന് കണ്ടറിയണം. വിയറ്റ്നാമിൽ പോയിട്ട് തോറ്റ് തിരിച്ചു വന്ന, തുന്നമ്പാടി തിരിച്ചു വന്ന് പട്ടാളക്കാരെ അവർക്ക് പെണ്ണു കൊടുത്തിരുന്നില്ല. നാണം കെട്ട് മാനം കെട്ട് തിരിച്ചു വന്നവർ, അതിൻ്റെ കൂട്ടത്തിൽ വിയറ്റ്നാമിലുള്ള ഒരുപാട് കൊച്ചുകുട്ടികളടക്കാൻ കൊന്നവരെന്നൊക്കെയും പറഞ്ഞ് പെണ്ണുപോലും കൊടുത്തിരുന്നില്ല അവിടെ. അമേരിക്ക എവിടെ പോയാലും നീ എവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ ഗതി എന്ന് പറഞ്ഞ പോലെ. കാട്ടാളം പൊറിഞ്ചു കുഞ്ഞ സിനിമ, കാട്ടാളം പൊറിഞ്ചു കേട്ടോ, മറിയം ജോസ് പൊറിഞ്ചു, അങ്ങനെ വേണം സിനിമയുടെ പേര്. ഓക്കെ, ഏതായാലും MQ-9 റീപ്പർ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ അഹങ്കാരമാണത്. അത് ശത്രുവിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് പരീക്ഷിച്ച് ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട്, അമേരിക്കയിൽ നിന്നൊരു മിസൈൽ വിട്ട് അതിനകത്തുള്ള ബോംബ് വന്ന് വീഴുന്നത് എവിടെയായിരിക്കും എന്നറിയാമോ? ഉദാഹരണം പറയുകയാണെങ്കിൽ രാജസ്ഥാൻ മരുഭൂമിയിൽ ഒരു ബോംബ് ഇടണം, അമേരിക്കയ്ക്ക് ഒരു ബോംബ് ഇടണം. രാജസ്ഥാൻ മരുഭൂമിയിൽ ഒരു നാണയം വെക്കുന്നു, നമ്മൾ ₹1 നാണയം ഒരു സ്പോട്ടിൽ വെക്കുന്നു. എന്നിട്ട് അമേരിക്കക്കാരോട് പറയുകയാണത് അവിടെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റും. അവർ അവിടെ നിന്ന് വിട്ടിട്ട് ഇവിടെ കൊണ്ട് പൊട്ടിക്കും. അത്രയും കണിശമാണെന്നാണ് പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ ശക്തമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ആവർത്തിച്ച് പരാജയപ്പെടുകയാണ്. പഴയകാല യുദ്ധത്തിൻ്റെ രീതികൾ മാറുകയാണ്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം അമേരിക്കയുടെ സാമ്പത്തിക നഷ്ടം. കാലം കുറേയായിട്ട് പലയിടത്തും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ യുദ്ധം ചെയ്ത് നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? ആകെക്കൊരു നേട്ടം വെനസ്വേലയിൽ മാത്രം ഉണ്ടായിരുന്നു. വെനസ്വേലയിലെ എണ്ണ പ്രകൃതിവാദങ്ങൾ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളുടെ അധീശത്വം അവർക്ക് കിട്ടി. പക്ഷെ അവരുടെ നോട്ടം പശ്ചിമേഷ്യയിലായിരുന്നു. അവിടെ ഒന്നും നക്കാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ
വലിയ രൂപത്തിൽ അമേരിക്കക്കാർ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോഴത്തെ യുദ്ധങ്ങളെക്കുറിച്ച്. ഈ യുദ്ധങ്ങളിൽ ആയുധങ്ങളുടെ ശക്തിയേക്കാൾ ബുദ്ധിപരമായിട്ടുള്ള ശക്തി, അതോടൊപ്പം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഒരാളെന്നോട് വിളിച്ചു പറഞ്ഞത്, ദൈവം ഇറാന് കൊടുത്ത ബ്രഹ്മായുധമാണ്, മറ്റൊരു ആറ്റം ബോംബാണ് ഹോർമൂസ്. ആരും പ്രതീക്ഷിച്ചതാണോ? അമേരിക്ക പ്രതീക്ഷിച്ചതാണോ? ലോകരാഷ്ട്രങ്ങൾ പ്രതീക്ഷിച്ചതാണോ? എന്തായാലും കാര്യത്തിൻ്റെ ഗൗരവം, ഈ ഉണ്ടായ യുദ്ധത്തിൻ്റെ ഫൈനൽ ഔട്ട്കം ഇപ്പോൾ കുന്തമുനയായിട്ട് തിരിഞ്ഞു നിൽക്കുന്നത് അമേരിക്കക്കാരുടെ മുഖത്തേക്കാണ്. അവരവിടെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, ഇസ്രായേലിൻ്റെ സ്ഥിതി കൂടി നമ്മൾ അറിയണം. ഇസ്രായേലികളായിട്ടുള്ള ആളുകൾ, പ്രായം ചെന്നവരും ഇടത്തരം പ്രായമുള്ളവരും കുട്ടികളടക്കമുള്ള ആളുകൾ, ഇവരെല്ലാവരും വാസ്തവത്തിലൊരു വിഷാദ രോഗികളായിട്ട് മാറിയിരിക്കുകയാണ്. വലിയ രൂപത്തിൽ അത് അവിടെ ബാധിച്ചിരിക്കുകയാണ്. അതൊരു മനോരോഗമായിരിക്കുകയാണ്. സർപ്ലസ്നെസ് അതായിരുന്നു അവരുടെ ഭാവങ്ങൾ. എന്തൊരു കാര്യത്തിലാണെങ്കിലും നല്ലത് മുഴുവൻ അവരുടേത്. റോയൽ സല്യൂട്ട് കള്ള് അവരുടേത്. എല്ലാ കൂട്ടം വലിയ കണ്ടുപിടുത്തങ്ങളും അവരുടേത്. നോബൽ സമ്മാനത്തിൻ്റെ കാര്യത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ നമ്പർ 1 ഇസ്രായേൽ. എൻ്റെ ആശ്രമത്തിൽ പഠിക്കാൻ വന്ന ഒരു ഇസ്രായേലി ഒരാൾ, സർജീന്നോ മറ്റൊരു പേര്, റഷ്യൻ പേരാണ് നിങ്ങൾക്ക്, അദ്ദേഹം അവിടെ വന്ന് 6 മാസ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വെൽഡേറ്ററി ഫംഗ്ഷനിൽ ചില സംശയങ്ങൾ ചോദിച്ചു. സംസ്കൃതത്തിനകത്തുള്ള സംശയങ്ങൾ, സംസ്കൃത വ്യാകരണത്തിനകത്തുള്ള സംശയങ്ങൾ. 4 കൊല്ലം വ്യാകരണം പഠിച്ചിട്ട് ഞാനിപ്പോൾ ഈ പഠിച്ചത് എന്താണെന്ന് ചോദിച്ച മണ്ടന്മാർ ലോകത്തിലുണ്ട്. അതിലൊരു നമ്പർ 1 മണ്ടൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് മാത്രം. ആ മണ്ടൻ്റെ പേര് പറയാൻ എനിക്ക് ഇത്തിരി ലജ്ഞയുണ്ട്. പക്ഷേ ഇസ്രായേലികൾ അങ്ങനെയാണ്, അവർക്ക് അതിനുള്ള കഴിവുണ്ട്. യഹൂദി മെനുഹൻ ഇസ്രായേലിയാണ്, കാർൽ മാർക്സ് ഇസ്രായേലിയാണ്, ഹെൻറി കിസിഞ്ചർ ഇസ്രായേലിയാണ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇസ്രായേലിയാണ്. അതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ മതിയാവൂ. പക്ഷേ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ രംഗത്തും സർപ്ലസ്നെസ് ആണ്. ടൈഗർ ബാം എന്ന് പറയുന്ന ഇവിടെ പരത്തുന്ന സാധനമുണ്ട്, അതും ഇസ്രായേലിൻ്റെ എന്നാണ് പറയുന്നത്. അവിടെ നേരിട്ട് ഇറക്കുമതി ചെയ്യാതെ സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ കിട്ടി. അങ്ങനെയൊക്കെ എനിവേ ഓക്കെ. അപ്പോൾ ഇറാനുമായിട്ട് യുദ്ധം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ അവസാന ദിവസം പ്രവചിച്ചവരുണ്ട്. 2 നാൾ. ഇറാൻ 2ാമത്തെ നാളിൽ അവർ കാൽക്ക വിടുന്നതാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ ഇടയ്ക്ക് പോവുകയാണെങ്കിൽ 2 തീരുമാനമായിട്ട് അപ്പോഴേക്ക് 2, 3, 4, 5, 8 വർഷങ്ങളാവുന്ന തോന്നുന്നത്. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പൊതുവായിട്ട് അവരുടെ ചിന്താഗതി ഈ യുദ്ധം ഇറാനെ വലിയ രൂപത്തിൽ മറ്റൊരു പലസ്തീൻ പോലെ, ഗാസ പോലെ ആക്കി തീർക്കുന്നതാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ദിവസം കൂടി വരുംതോറും ഈ ആ വിലയിരുത്തലിൻ്റെ ശബ്ദവും കുറയാൻ തുടങ്ങി, വിലയിരുത്തലിൻ്റെ രീതിയും മാറാൻ തുടങ്ങി. യുദ്ധത്തിലെ യഥാർത്ഥ വസ്തുതകൾ കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും പറയുന്ന പോലെ, എൻ്റെ ദൈവം ഇതെന്തായി കഥ, ഇറാൻ ഇങ്ങനെയൊക്കെയായിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയൊരു തിരിച്ചറിവ് വന്നിരിക്കുകയാണ്, ഞങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഇസ്രായേലിനകത്ത് വളരെ സ്വാധീനമുള്ള ഒരു റിസർച്ച് സെൻ്ററാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ്, INSS എന്നാണ് അതിൻ്റെ പേര്. NSS അല്ല, INSS പറയാൻ എളുപ്പം. NSSൻ്റെ തുടക്കത്തിൽ I ചേർത്താൽ മതി. INSS സുകുമാരനായിരുന്നില്ലേ? ഓക്കെ. നടത്തിയ പുതിയ സർവേ
ഈ മാറ്റത്തെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അധിനിവേശ പ്രദേശങ്ങളിൽ നടത്തിയ ഈ വോട്ടെടുപ്പ് യുദ്ധത്തിൻ്റെ റിസൾട്ട്, ഫൈനൽ ഔട്ട്കം, അതിനെക്കുറിച്ച് ഉള്ള വോട്ടെടുപ്പിൽ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ സൈനികമായിട്ടുള്ള കാര്യങ്ങളടക്കം, അഥവാ ഈ യുദ്ധം ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളിൽ അവരുടെ വിശ്വാസം ഒരു രൂപത്തിൽ കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. തുടക്കത്തിലുണ്ടായിരുന്ന പ്രതീക്ഷകൾ മുഴുവൻ കത്തിക്കരിഞ്ഞു പോയി. ഇപ്പോൾ വളരെ ഭയാനകമായിട്ടുള്ള സംശയങ്ങൾ അത് വെച്ചു പുലർത്തുന്ന ജനതയായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ. 69% ആളുകൾ അടുത്ത ഗാസയാണ് ഇറാൻ എന്ന് പറഞ്ഞവരാണ്. 70% എന്ന് വയ്ക്കാം. എന്നാൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 43% കുറഞ്ഞിരിക്കുകയാണ്. എന്ത്? ഗാസ പോലെയൊന്നും ആവില്ല ഇറാൻ. ഇറാൻ വേറൊന്നാണ്, സംതിങ് സ്പെഷ്യലാണ് എന്ന് മനസ്സിലായി തുടങ്ങി. ഇതൊരു സാധാരണ കണക്ക് അതിൻ്റെ കുറവല്ല. യുദ്ധത്തെക്കുറിച്ചുള്ള, യുദ്ധത്തിൻ്റെ ഗതിവിധികളെക്കുറിച്ചുള്ള വിശ്വാസം, ആളുകളുടെ വിശ്വാസം, ആ വിശ്വാസത്തിൽ വന്ന് വലുതായിട്ടുള്ള കുത്തനെയുള്ള ഗതി ഇറക്കമാണ് ഈ പറയുന്നത്. ഇടിവ് സംഭവിച്ചത്. ജനങ്ങൾ യുദ്ധം പ്രതീക്ഷിച്ച ഫലം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന യുദ്ധത്തിൽ അവർക്കുണ്ടാകുന്ന ഇടിവ് കൂടിക്കൂടി വരുമെന്നല്ലാതെ അവർ പ്രതീക്ഷിച്ച ഫലം അവരിനി പ്രതീക്ഷിക്കുന്നില്ല. നേരത്തെ പ്രതീക്ഷിച്ച ഫലം ഇനി അവർ പ്രതീക്ഷിക്കുന്നില്ല. അവർ ഇറാൻ്റെ ആണവ പദ്ധതികൾ, അതിനെക്കുറിച്ചും വലിയ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. യുദ്ധം തുടങ്ങിയ സമയത്ത് ഏകദേശം 63% ആളുകൾ ഇറാൻ്റെ ആണവ പദ്ധതി ഇത് മാത്രമല്ല അതൊരു ശവപ്പറമ്പായിട്ട് മാറും, വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കരുതിയത്. എന്നാൽ അതിപ്പോൾ 50% താഴെ വന്നിരിക്കുക 48% നിർണായകമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ ഈ സഖ്യത്തിന്, അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്. ഇതാണിപ്പോൾ ജനങ്ങൾ മനസ്സിൽ വെച്ചിട്ടുള്ളത്. ഇറാൻ്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ എന്നാൽ ബോൾ ഇസ്റ്റിക് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു ബോൾ എറിയുന്ന പോലെ, മാങ്ങ എറിയില്ലേ, മാങ്ങ. അതുപോലെ നമ്മൾ മാങ്ങ എറിയുന്ന സമയത്ത് നമ്മുടെ കൈ പിന്നാലെ പോകുന്നില്ല. കൈനത്ര നീളുണ്ടെങ്കിൽ നമുക്ക് കല്ലിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ശക്തിയിൽ എടുത്ത് ഒരു കല്ലിന് എറിയുന്നു, കൈ ഇവിടെ ഒന്ന് നിന്നു. പക്ഷേ ഇവിടെ നിന്നുള്ള കൈ കൊടുക്കുന്ന മൊമെൻറ്റമാണ് പിന്നെ അവൻ്റെ മേലോട്ടുള്ള ഗതി. മേലെ പോയിട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് അവിടെ ഒന്ന് ഒരു നിമിഷ നേരം അവിടെ വന്ന് അങ്ങനെ ഇങ്ങനെ സ്റ്റില്ലാവും. അത് കഴിഞ്ഞ് താഴോട്ട് ഡും ആയിട്ടാണ് വരുന്നത്. മേലോട്ട് നല്ല വേഗത്തിൽ പോയിട്ട് പതുക്കെ ഒന്ന് ചെരിഞ്ഞിങ്ങനെ വരും. പിന്നെയുള്ള അതിൻ്റെ ഇന്ധനം ഇവിടെയുള്ള മറ്റേ ഗുരുത്വാകർഷണമാണ്. അതാണ് ഭൂം എന്ന് പറഞ്ഞ് വലിക്കുന്നത്. ഈ തന്ത്രമാണ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ. ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ശേഷിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ അവിടെയും തെറ്റി. തുടക്കത്തിൽ 73% ആളുകൾ ഇറാൻ്റെ മിസൈൽ സംവിധാനങ്ങൾക്ക് വലിയ വില കൊടുത്തിരുന്നില്ല, ഉള്ളതിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സംഖ്യ 50 താഴെ വന്നിരിക്കുകയാണ്. ഇത് ഇറാൻ്റെ പ്രതിരോധ ശേഷി ഇപ്പോഴും ശക്തമാണെന്നുള്ള ആശയം പൊതുജനങ്ങളിൽ വളരുന്നതിനിടയാക്കിയിരിക്കുകയാണ്. അത് കാണുന്നതും അങ്ങനെ തന്നെയാണല്ലോ. ആയതുകൊണ്ട് തന്നെ ഇസ്രായേലിലും അമേരിക്കയിലുമുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസക്കുറവ്, ആ ആത്മവിശ്വാസക്കുറവ് ഇനിയും താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാമനാമ ജപം പോലെ ചില ഹിന്ദു സ്ത്രീകൾ കണ്ടില്ലേ, നാരായണ 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 ഇത് പറയില്ലേ. ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ എന്തായാലും പറയുക യാച്ചി എന്ന് പറയില്ലേ, അത് പറഞ്ഞ ഉടനെ തന്നെ നാരായണ നാരായണ. പെട്ടെന്ന് കാലെവിടെയും മുട്ടിക്കഴിഞ്ഞാൽ അയ്യോ നാരായണ നാരായണ എന്ന് പറയുന്ന പോലെ
വായ തുറന്നാൽ യുദ്ധം അവസാനിച്ചു, യുദ്ധം അവസാനിച്ചു, യുദ്ധം അവസാനിച്ചു, ഇറാൻ തോറ്റു, ഇറാൻ തോറ്റു, ഇറാൻ തോറ്റു, ഇറാൻ തോറ്റു ഇതൊക്കെ പറഞ്ഞ് നടക്കുകയാണ് ഭ്രാന്തന്മാരുടെ പോലെ. പ്രത്യേകിച്ച് ട്രംപിന് ഭ്രാന്തനാണ്, പക്ഷെ ഭ്രാന്ത് ഇപ്പോൾ മൂത്തിരിക്കുകയാണെന്നർത്ഥം. ആരെയോ ബോധിപ്പിക്കാൻ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ജയിച്ചു. ആരാ തോറ്റേ? ഇറാൻ തോറ്റു. എന്നിട്ട് കാണുന്നില്ലല്ലോ. യുദ്ധം തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൊതുജന പിന്തുണ അത് വലിയ രൂപത്തിൽ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. പിന്തുണയില്ല. യുദ്ധത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ 10-70% ആളുകൾ സൈനിക നടപടികൾ ശക്തമായിട്ട് തുടരണം. ഇനി ഇറാൻ തലപൊന്തിക്കാത്ത രീതിയിൽ തന്നെ അതുണ്ടാകണമെന്ന് പറഞ്ഞു. ഇവിടെ 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് അതും വലിയ രൂപത്തിൽ ഇടിഞ്ഞിരിക്കുകയാണ് ആ ആവേശം. ഇപ്പോൾ ഈ പിന്തുണ 45% താഴ്ന്നിരിക്കുകയാണ്. ഏതായാലും ഇനി യുദ്ധം തുടരുമ്പോൾ ജനങ്ങളിലുണ്ടാകുന്ന ക്ഷീണം, നിരാശ അത് കൂടാനാണ് സാധ്യത. വടക്കൻ അതിർത്തിയിലാണെങ്കിൽ ഹിസ്ബുള്ള അവരിതുവരെയായിട്ട് നിരായുധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പിന്നിൽ ഹൂത്തികൾ അത് തെക്ക് ഭാഗത്ത്. ഏതായാലും ഇസ്രായേൽ സർക്കാരിലുള്ള പൊതുജന വിശ്വാസം അത് വലിയ രൂപത്തിൽ കുറഞ്ഞു കഴിഞ്ഞു. വലിയ മാസമായിട്ടുള്ള പ്രകടനങ്ങളാണ് നടത്തുന്നത്. നോ വാർ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ 30% ആളുകൾക്ക് മാത്രമാണ് സർക്കാരിൽ വിശ്വാസമുള്ളത്. ആ സർക്കാരിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് പോയ ബാലെ നർത്തകൻ അവിടെ പ്രസംഗിക്കാൻ കയറിയ സമയത്ത് ആ പാർലമെൻറ്റിലുണ്ടായിരുന്ന ആളുകളിൽ ഭൂരിഭാഗം എഴുന്നേറ്റ് പോയത് നമ്മുടെ ഈ കണ്ടുകൊണ്ട് നമ്മൾ കണ്ടതാണല്ലോ. യുദ്ധ നടത്തിപ്പിൽ സർക്കാരിന് ഇനി മുന്നേറാൻ കഴിയില്ല. അവർ പരമ്പരാഗതമായിട്ടുള്ള പൈസ ചെലവിട്ടിട്ട് ബോംബുകൾ കൊണ്ടിടുക. പക്ഷേ ഹോർമുസ് തുറക്കാൻ കഴിയുന്നില്ല. ഹോർമുസിൻ്റെ പ്രശ്നം ലോകവ്യാപകമാണ്. എൻ്റെ വീട്ടിൽ വരുന്ന സർവൻ്റ് പോലും ചോദിക്കുക യുദ്ധം അവസാനിച്ചു. കാരണം എന്താണ്? അവർക്ക് ചെറിയൊരു മോപ്പഡ് പോലെ ഒരു സൈക്കിളുണ്ട്. അതിലാണ് അവർ വേറെ സ്ഥലത്ത് ജോലിയുണ്ട് സ്കൂളിൽ. അതിന് പോകുന്ന സമയത്ത് എണ്ണയ്ക്ക് 1 രൂപ കൂടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചോദിക്കും ഇന്ന് എണ്ണയ്ക്ക് വില കൂടി, യുദ്ധം അവസാനിക്കൂ. നമ്മുടെ അടുക്കളയിലേക്ക് വരെ വന്നിരിക്കുകയാണ് യുദ്ധത്തിൻ്റെ പ്രശ്നം. ആയതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇപ്പോൾ ഈ ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കത്തക്ക വിധത്തിൽ ഇറാനെ പ്രേരിപ്പിച്ചത് ആര്? 2 മനുഷ്യത്വമില്ലാത്ത ഇരുകാലി മൃഗങ്ങൾ, നെതന്യാഹു, ട്രംപ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അവരുടെ രൂക്ഷമായ ദൃഷ്ടികൾ അവരുടെ മേലേക്കാണ് പതിപ്പിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട്. പുതിയ സൈനികരെ കിട്ടാനില്ല. ഇവിടുന്ന് സംഘപരിവാറിൻ്റെ ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞയക്കാതെ പറഞ്ഞിട്ടുണ്ട് അത്രേ, മറ്റേ വെടിയും കൊണ്ട്. അത് മതിയാവും തോന്നുന്നില്ല. മറ്റോടത്തുള്ള അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ലേ. ഏതായാലും യുദ്ധത്തിലിപ്പോൾ ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ളത് ബാഹ്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ എന്നതിൽ ഉപരി മാനസികാഘാതമാണ്. വളർന്നു വരുന്ന കുട്ടികളുണ്ടാകുന്ന മാനസികാഘാതം. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും നിരന്തരം വഴക്കൂടുന്നു. അച്ഛൻ കള്ളടിച്ചിട്ടേ വരുള്ളൂ. വീട്ടിൽ വന്നാൽ കഞ്ചാവ് അടിക്കും. ആ വീട്ടിലെ കുട്ടികൾ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് വളരുക? ഇതുപോലെയാണ് എന്നും വെടിയൊച്ചകൾ. സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, നല്ല ആഹാരം കിട്ടുന്നില്ല, ശുദ്ധമായി ശ്വസിക്കാൻ പറ്റുന്നില്ല, സൂര്യനെയും ചന്ദ്രനെയും കാണാൻ പറ്റുന്നില്ല, ഗുദാമിൽ ഒളിച്ചിരിക്കുകയല്ലേ. ആ കുട്ടികളുടെ മാനസികാവസ്ഥ, അവർക്ക് മാനസികാഘാതം ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. ഏതായാലും സർവേകളിൽ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ വ്യക്തമാകുന്നുണ്ട്, ശതമാനക്കണക്കുകൾ. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, യുദ്ധം ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം അമേരിക്കൻ ഭാഗത്തിന്, ഇസ്രായേൽ ഭാഗത്തിന് വലിയ രൂപത്തിൽ കുറഞ്ഞു വന്നിരിക്കുകയാണ്.
തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം ഇനി ഇറാൻ കുറേ കാലമായിട്ട് ഞങ്ങൾ കരുതി വെച്ചിരുന്നതാണ്, ഇനി അങ്ങോട്ട് തകർത്ത് തരിപ്പണാക്കുക, ഗാസ ചെയ്ത പോലെ ഇനി അവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ആവേശം അമേരിക്കയുടെ പിന്തുണയോടുകൂടി ശ്രീകൃഷ്ണൻ പുറകിൽ നിൽക്കുമ്പോൾ ഗാന്ധിയുടെ ശക്തി എന്താണ്? അർജുനന്റെ ശക്തി എന്താണ്? ഗാന്ധിയെ പിന്നിൽ നിന്നാൽ മതി, ശ്രീകൃഷ്ണൻ പിന്നിൽ നിന്നാൽ മതി. യുദ്ധം കഴിഞ്ഞ സമയത്ത് 18 നാളുടെ യുദ്ധം കഴിഞ്ഞു. അങ്ങനെ ആ രഥത്തിൽ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ് അർജുനൻ. ഇനി ആ യുദ്ധരഥത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇറങ്ങാൻ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, അർജുന നീ ആദ്യം ഇറങ്ങ്. അതല്ലല്ലോ ശരി, ആദ്യം ഭഗവാൻ ഇറങ്ങൂ, ഞാൻ അങ്ങനെ കൈ പിടിച്ച് ഇറക്കിത്തരാം, എന്നിട്ട് ഞാൻ ഇറങ്ങാം, നീ ഇറങ്ങടാ പറഞ്ഞു. അർജുനെ ഇറങ്ങി. അർജുനോട് പറഞ്ഞു കാതങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞു. മാറി നിന്നു. അതിനുശേഷം ഭഗവാൻ ആ ചാരിറ്റിയിൽ നിന്ന് ആ മറ്റേ രഥത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഒരു ഘോരമായ ശബ്ദത്തിൽ അത് പൊട്ടിത്തെറിച്ചു രഥം. ഇവിടെ എപ്പോഴാണ് അമേരിക്ക പിന്മാറുന്നത്? രഥം പൊട്ടിത്തെറിച്ചത് മാത്രമല്ല, പിന്നെ ശ്രീകൃഷ്ണന്റെ നിര്യാണം, ശ്രീകൃഷ്ണൻ ഇഹലോകവാസം വെടിഞ്ഞ സമയത്ത് അർജുനന് ഗാന്ഡീവം എടുത്ത് പൊക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ അമേരിക്ക എപ്പോഴെങ്കിലും ഇനി ഞങ്ങൾ യുദ്ധത്തിലില്ല, യുദ്ധം അവസാനിച്ചു എന്നെങ്കിലും പറയുന്ന സമയത്ത് ഇസ്രായേലിന്റെ നെഞ്ചെടുപ്പ് കൂടുകയാണ്. അത്രയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അമേരിക്ക ഇറങ്ങിപ്പോയാൽ പൊട്ടിത്തെറിക്കും. ഇതാണ് അമേരിക്കയുടെ പ്രശ്നം. ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല. ഇറങ്ങിപ്പോയാൽ ഇസ്രായേലികളെ ഇവിടെ ഈ കൂട്ടത്തിനകത്ത് ഇട്ടിട്ട് അവരിറങ്ങിപ്പോയി കഴിഞ്ഞാൽ ലോകം കാണാത്ത, ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ ചതി സ്വരൂപങ്ങളായിട്ടും ഓരോ അമേരിക്കക്കാരത്രയും. അതുകൊണ്ടാണ് പറഞ്ഞത് നായര് പിടിച്ച പുലിവാലെന്ന് പറഞ്ഞാൽ വിടാനും വയ്യ, വിടാതിരിക്കാനും വയ്യാത്ത ഒരവസ്ഥ. ഇറാന്റെ നിലപാട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾക്ക് ശക്തി കൂടി വരികയാണ്. ശക്തമായിട്ടുള്ള സൈനിക സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടും ഇറാൻ ഇപ്പോഴും തങ്ങളുടെ പ്രതിരോധ ശക്തി ഭയാനകമായിട്ട് നിലനിർത്തുകയാണ്. അത് നമ്മൾ കാണുന്നുണ്ട്, സാധാരണക്കാർ കാണുന്നുണ്ട്. 30 വർഷത്തെ ഉപരോധത്തെ അതിജീവിച്ച് വന്നവരാണ്. ഏതായാലും യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ പ്രതീക്ഷിച്ച പോലെ ഇറാൻ വേഗത്തിൽ ദുർബലമാകും എന്നുള്ളതിൽ ചില ശരികളുണ്ട്. എന്താണ്? ആ എടുത്തു മാറ്റിയത് ശരിയായി. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ പ്രതീക്ഷിച്ച പോലെ ഇറാൻ വേഗത്തിൽ ദുർബലമാകുകയല്ല, ബലവത്താകുകയാണ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടു പോയി. വടക്ക് ഭാഗം തെക്ക് ഭാഗമായി, ഇടത് വലതായി എന്നർത്ഥം. ഏതായാലും സൈനിക വിജയപരാജയങ്ങളുടെ കണക്കൂട്ടൽ മാത്രമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. ഈ യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിച്ചേ മതിയാവും. അത് അവസാനിക്കുന്ന സമയത്ത് വലിയ രൂപത്തിലുള്ള മാനസികമായിട്ടുള്ള വിജൃംഭണം, മാനസികമായിട്ടുള്ള കീഴടക്കങ്ങൾ സംഭവിക്കും. പൗരസ്ത്യ ജനതയുടെ മൊത്തം അന്തസ്സായിട്ട് തീരും. അവർക്ക് പറഞ്ഞു നടക്കാൻ കഴിയുന്ന അന്തസ്സുള്ളൊരു സംഭവമായിട്ട് തീരും ഈ യുദ്ധം. പാശ്ചാത്യ ശക്തികൾക്ക് ഇനി പൗരസ്ത്യ ലോകത്തിലേക്ക് വെറുതെ ഒന്ന് എത്തിച്ചു നോക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അധിനിവേശനത്തിലൂടെ പല സ്ഥലങ്ങളിലും കയറി കൊള്ളയടിച്ച് പണമുണ്ടാക്കി രസിച്ചിരുന്ന ബ്രിട്ടനും അതുപോലെ അമേരിക്കയും അങ്ങനെയുള്ള പാശ്ചാത്യ ലോകത്തിന് അധികം താമസിയാതെ പിച്ച തെണ്ടേണ്ടി വരും. അതാണ് സ്ഥിതിഗതികൾ. ഈ യുദ്ധം ഇനിയും ഇപ്പം 2 മാസമായി, ഇനി 2-4 മാസം തുടർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ചോദ്യങ്ങളും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, യുദ്ധം നിർത്തൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ട്രംപും ഇസ്രായേലും. ഏതോ ഒരു സിനിമയിൽ കുട്ടികൾ വന്നിട്ട് വാതിൽ തുറക്കാൻ പറയുന്ന സമയത്ത് കുതിരട്ടം പറയുന്നുണ്ട്, എൻ്റെ ജീവൻ പോയാൽ ഞാൻ ഈ വാതിൽ തുറക്കലിടാ പട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പുറത്ത് നിൽക്കുന്ന ആരും തോക്ക് ചൂണ്ടി നിൽക്കാത്ര, പിള്ളേരെ പേടിപ്പിച്ച എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ യുദ്ധം നിർത്തിക്കോ, ഞങ്ങൾ യുദ്ധം നിർത്തില്ല.
നിങ്ങളല്ലേ യുദ്ധം തുടങ്ങിയത്, നിങ്ങൾ നിർത്തിക്കോ, ഞങ്ങൾക്ക് സമയമാകുമ്പോൾ ഞങ്ങൾ നിർത്താം. തളരാതെ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ് ഇറാൻ. ഈ യുദ്ധം വെറും യുദ്ധഭൂമിയിൽ നടക്കുന്ന പോരാട്ടമല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ മനസ്സിലാണ് യുദ്ധം നടക്കുന്നത്. ഇസ്രായേലിന്റെ മനസ്സിലാണ് യുദ്ധം നടക്കുന്നത്. ഇറാന്റെ മനസ്സിലാണ് യുദ്ധം നടക്കുന്നത്. ഇതിൽ വിശ്വാസത്തിന്റെ എലിമെന്റുകൾ പോലും ഇതിനകത്തുണ്ട് എന്നർത്ഥം. യുദ്ധത്തിന്റെ ഗതിവേദികൾ 2 ആഴ്ച പിന്നിടുന്ന സമയം, ഒരു മാസം പിന്നിടുന്ന സമയത്ത് ആത്മവിശ്വാസം കുത്തനെ ഉയർന്നിരിക്കുകയാണ് ഇറാന്റെ. ഒരു യുദ്ധത്തിൽ അത് വലിയൊരു കാര്യമാണ്. അതിൻ്റെ നേർവിപരീതം എല്ലാ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അന്തരംഗം ശ്മശാന തുല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ. ഏതായാലും കാലം കടന്നു പോകും, കാലം മുന്നോട്ട് പോകും. അത് തെളിയിക്കും ആരാണ് ഇനി ശക്തനെന്ന് ലോകം തെളിയിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, എല്ലാ പ്രതീക്ഷകളെയും മറികടന്ന് ഇറാൻ ഒരു മഹാശക്തിയായിട്ട്, മഹാശക്തി എന്നതിലുപരി അന്തസ്സിൻ്റെയും ആഭിയാത്യത്തിൻ്റെയും പെരുമയുടെയും മഹിമയുടെയും ശക്തി അത് പേറുന്ന, അതിൻ്റെ തൂവലകൾ ധരിച്ചിട്ടുള്ള ഒരു നവരത്ന രചിതമായിട്ടുള്ള നവരത്നങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കിരീടം ചൂടിക്കൊണ്ടായിരിക്കും ഇനി ഇറാന്റെ നിൽപ്പ്. ഇവിടെ ഒരു വാൽകഷ്ണം പോലെ പറയാനൊരു കാര്യമുണ്ട്. ഇവിടെയുള്ള സംഘി പിള്ളേർ പറയുന്നൊരു കാര്യമുണ്ട്, ആദ്യം കളിച്ച് ഞാൻ ആറ്റം ബോംബിടുന്നു. കഴിയില്ലട പിള്ളേരെ. കാരണം ഒരു ആറ്റം ബോംബ് സാധിച്ച ജപ്പാനിലിട്ട പോലെയല്ല. ജപ്പാൻ ദ്വീപ സമൂഹമാണ്. അതേ സമയത്ത് ഡൽഹിയിൽ ആറ്റം ബോംബ് വീണ ചൈനയിൽ തകരാറുണ്ടാകും. ചെർണോബിൽ പൊട്ടിയ സമയത്ത് ഇന്ത്യ ഭയപ്പെട്ടു. മറ്റുള്ള പോലെ തീ കത്തുന്ന പരിപാടിയില്ല, അണുപ്രസരണം ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇറാഖും അഫ്ഗാനിസ്ഥാനും ദുബായിയും അതുപോലത്തെ റഷ്യയുടെ ഭാഗങ്ങൾ, അഫ്ഗാനിസ്ഥാന്റെ ഭാഗങ്ങൾ ഇതെല്ലാം കിടക്കുന്നതിന് നടുവിൽ കിടക്കുന്ന ഹോർമൂസ് കടലിനകത്ത് തന്നെ 3000 ഷിപ്പുകൾ കിടക്കുന്നുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ആറ്റം ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇസ്രായേലിനും തകർച്ചയ്ക്ക് കാരണമാകും. അതുകൊണ്ട് അത് നടക്കില്ല. പലരും അങ്ങനെ പറയുന്നുകൊണ്ട് ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പുലിവാല് പിടിച്ചു നായന്. തൊണ്ടയിൽ തങ്ങിയ മുള്ളു പോലെയാണിപ്പോൾ. താഴോട്ടും പോകുന്നില്ല, മേലോട്ടും വരുന്നില്ല. പുലിയുടെ വാല് കയറി പിടിച്ച നായരുടെ അവസ്ഥയാണ് ട്രംപിനിപ്പോൾ. വിട്ടാൽ പുലി തിന്നും, വിട്ടാൽ പുലി തിന്ന് അയാൾ ചത്തുപോകും, വിട്ടില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തുപോകും. നമസ്കാരം.